PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LPSC പരീക്ഷയ്ക്ക് വേണ്ടി ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും എടുത്തിട്ട് എല്ലാ സബ്ജക്റ്റും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കലാശക്കൊട്ട് എന്ന രീതിയിലാണ് വീഡിയോസ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇനി പരീക്ഷയ്ക്ക് 2-3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ രീതിയിലായിരിക്കും വീഡിയോസ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും വീഡിയോസിൽ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. ചുരങ്ങൾ എപ്പോഴും തന്നെ PSC പല പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അതിലെപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് ഈ 3 ചുരങ്ങൾ. ഷിപ്കില എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഷിപ്കില എവിടെ മുതലാണ് ബന്ധിപ്പിക്കുന്നത്? നമ്മുടെ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്? ഷിപ്കില എന്ന് പറയുന്നത്. ഇനി സോജിലയാണെങ്കിലോ ശ്രീനഗറിനെയും കാർഗിലിനെയുമാണ് സോജില ബന്ധിപ്പിക്കുന്നത്. എന്താണ്? ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിലാണ് സോജില ബന്ധിപ്പിക്കുന്നത്. ഇനി നാദുലയാണെങ്കിൽ സിക്കിമിനെയും ടിബറ്റിനെയുമാണ് നാദുല ബന്ധിപ്പിക്കുന്നത്. സിക്കിമിനെയും ടിബറ്റിനെയുമാണ് ഏത് ബന്ധിപ്പിക്കുന്നത്? നാദുല ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. ഷിപ്കില ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും, സോജില ശ്രീനഗറിനെയും കാർഗിനെയും, നാദുല സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യയിലെ നദികൾ എന്ന് പറയുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നതാണ് ഇന്ത്യയിലെ ഹിമാലയ നദികളും അതുപോലെ ഉപദ്വീപ് നദികളെന്ന് പറയുന്നത്. അതിൽ സിന്ധുവിൻ്റെ നീളം എത്രയാണ്? 2880 മീറ്ററാണ്. ഉത്ഭവസ്ഥാനം മാനസരോവർ തടാകമാണ്. ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. പ്രധാന പോഷക നദികളെന്ന് പറയുന്നത് ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ലഡാക്ക്, ജമ്മു കാശ്മീർ എന്നിവയാണ്. എത്തിച്ചേരുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. ഗംഗാ നദിയുടെ നീളം 2525 കിലോമീറ്ററാണ്. ഉത്ഭവസ്ഥാനം ഗംഗോത്രി ഹിമാനിയാണ്. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത് യമുന, സോൺ, കോസി, ഗണ്ഡകി, ഗഡാര എന്നിവയ്ക്കാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡാണ്. എത്തിച്ചേരുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ബ്രഹ്മപുത്രയാണെങ്കിൽ 2900 കിലോമീറ്ററാണ് നീളം. ചമയുങ് തുങ് ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ടിബറ്റിലെ പ്രധാന പോഷക നദി ടീസ്റ്റ, മാനസ്, ലോഹിത്, സുബാൻസിരി എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. അരുണാചൽ പ്രദേശ്, ആസാം എന്നീ സംസ്ഥാനങ്ങളുടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. മഹാനദിയുടെ നീളം 857 കിലോമീറ്ററാണ്. അതുപോലെ എന്താണ് സിംഹാവ മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇബ്ബ്, ഓങ്ങ, ടെല്ല, ഷിയോനാഥാണ് പ്രധാന പോഷക നദികൾ. മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളുടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. കൃഷ്ണ നദി 1400 കിലോമീറ്ററാണ് നീളം. മഹാബലേശ്വർ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഭീമ, തുംഗഭദ്ര, മൂസി, മാലപ്രഭ, കൊയ്യന എന്നിവ പ്രധാന പോഷക നദികളാണ്. കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളുടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. കാവേരി 800 കിലോമീറ്ററാണ് നീളം. ബ്രഹ്മഗിരി കുന്ന് കർണാടകയിലെ കുടകിലെ ബ്രഹ്മഗിരി കുന്നിൽ ഉത്ഭവിച്ച് കബനി, ഭവാനി, പാമ്പാർ, അമരാവതി, അർക്കാവതി എന്നിവയാണ് പ്രധാന പോഷക നദികൾ. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. നർമ്മദ 1312 കിലോമീറ്ററാണ് നർമ്മദയുടെ നീളം. മൈക്കല നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ഹിരൺ, ഷോർ, താവ, ബെഞ്ചാർ എന്നിവ നദികളിലാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളോട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. താപ്തി 724 കിലോമീറ്ററാണ് നീളം. മുൾട്ടായ്, സത്പുര നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ഗീർണ, ആനാർ എന്ന് പറയുന്നതാണ് പ്രധാന പോഷക നദികൾ. മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളോട് ഒഴുകി അറബിക്കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കോഡ് ഇതിൻ്റെ വെച്ച് പറഞ്ഞായിരുന്നല്ലോ, സിന്ധു കല്യാണം കഴിച്ചിരിക്കുന്നത് അറബിയാണ്. സിന്ധുവിന് നർമ്മദ സംസാരിക്കാനും അറിയാം, താപ്തി കെട്ടി സംസാരിക്കാനും അറിയാം. അപ്പോൾ സിന്ധു, നർമ്മദ, താപ്തി എന്നീ നദികൾ പതിക്കുന്നത് അറബിക്കടലിലാണ്. ബാക്കി എല്ലാ അതായത് സിന്ധു അതുപോലെ നർമ്മദ, താപ്തി ഒഴികെയുള്ള ബാക്കി എല്ലാ ഹിമാലയ ഉപദ്വീപീയ നദികളും പതിക്കുന്ന ബംഗാൾ ഉൾക്കടലിലാണ്. സിന്ധുവും നർമ്മദയും താപ്തി പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. അതിന് പറഞ്ഞ കോഡ് എന്തായിരുന്നു? നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ?
സിന്ധു കല്യാണം കഴിച്ചിരിക്കുന്നത് അറബിയാണ്. സിന്ധുവിന് നർമ്മത്തിൽ സംസാരിക്കാനും അറിയാം. നർമ്മത്തിൽ സംസാരിക്കുക, രസകരമായി സംസാരിക്കുകയാണ്. അതുപോലെ എല്ലാവരെയും താത്തിക്കെട്ടി സംസാരിക്കാനും അറിയാം. ആ കോഡൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ ദേശീയ ജലപാതകളാണ്. ദേശീയ ജലപാതകളും ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതകളുടെ എണ്ണം എത്രയാണ്? 5 അതിലെപ്പോഴും എടുത്തെടുത്ത് റിപ്പീറ്റ് ചെയ്ത് പലതവണ PSC ചോദിച്ചിട്ടുള്ളത് ഈ ദേശീയ ജലപാത 3 കേട്ടോ. നാഷണൽ വാട്ടർവേ 3 കൊല്ലം ടു കോഴിക്കോടാണ് നാഷണൽ വാട്ടർവേ 3 വരുന്നത്. നാഷണൽ വാട്ടർവേ 8 ആലപ്പുഴ ടു ചങ്ങനാശ്ശേരി. നാഷണൽ വാട്ടർവേ 9 ആലപ്പുഴ ടു കോട്ടയം. നാഷണൽ വാട്ടർവേ 13 പൂവാൻ ടു ഇരുമലന്തുറൈ തമിഴ്നാട്ടിലുള്ള. നാഷണൽ വാട്ടർവേ 59 കോട്ടയം ടു വൈക്കമാണ്. അതിനകത്ത് ഏത് പഠിച്ചില്ലെങ്കിലും നിങ്ങൾ നാഷണൽ വാട്ടർവേ 3 പഠിച്ചിരിക്കണം. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. കൊല്ലം ടു കോഴിക്കോടാണ് നാഷണൽ വാട്ടർവേ 3 ഒഴുകുന്നത്. ഇനി RBI നിലവിലെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസാണ് RBI നിലവിലെ ഗവർണർ എന്ന് പറയുന്നത്. അദ്ദേഹം 25ാമത് ഗവർണറാണ്. അപ്പോൾ RBI 25ാമത് ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസാണ്. 24ാമത് ഗവർണർ ആരാണ്? ഊർജിത് പട്ടേലാണ്. 23ാമത് രഘുറാം രാജനാണ് 23ാമത്തത്. RBIയുടെ പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആരാണ്? സുധാ ബാലകൃഷ്ണനാണ്. ആരാണ്? RBIയുടെ പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുധാ ബാലകൃഷ്ണനാണ്. 23ാമത്തെ ഗവർണർ ആരാണ്? രഘുറാം രാജനാണ്. 24ാമത് ഊർജിത് പട്ടേലാണ്. 25ാമത് ശക്തികാന്ത ദാസാണ്. നിലവിൽ RBIയുടെ ഗവർണർ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ശക്തികാന്ത ദാസാണ്. ഇപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചോദ്യം വരാം. നിലവിൽ RBIയുടെ ഗവർണറായിട്ടുള്ള ശക്തികാന്ത ദാസ് എത്രാമത്തെ ഗവർണറാണെന്ന് വേണമെങ്കിൽ ചോദിക്കുക. എത്രാമത്തെയാണ്? 25ാമത് ഗവർണറാണ്. പുലയ രാജ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? പുലയ രാജ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. പുലയ രാജ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. അയ്യങ്കാളിയെ പുലയരുടെ രാജാവെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളിയെ പുലയരുടെ രാജാവെന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് കേട്ടോ. അപ്പം അയ്യങ്കാളിയെ പുലയരുടെ രാജാവെന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് EK നയനാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? EK നയനാരാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ചരിത്രകാരൻ P സനൽമോഹനാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? P സനൽമോഹനാണ്. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? അയ്യങ്കാളി. പുലയ രാജ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. എന്നോടൊപ്പം പറഞ്ഞു പോയിക്കേ. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധി. അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിളിച്ചത് ആരാണ്? അത് ഗാന്ധിജിയാണ്. ഇന്ത്യയിലായത് കമ്മ്യൂണിസ്റ്റുകാരനെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് EK നയനാരാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് ആര്? P സനൽമോഹൻ. ഇനി ഗുരുവചനങ്ങൾ നമുക്ക് നോക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ പലതവണ ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് ഗുരുവചനങ്ങളാണിത്. ജാതി ചോദിക്കരുത്, ചിന്തിക്കരുത്, പറയരുത്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. സംഘടന കൊണ്ട് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനങ്ങൾക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തി ഭോജനവും ചെയ്യുന്നതിൽ യാതൊരു ദോഷവുമില്ല. ഈ പറഞ്ഞ കോട്ടുകളെല്ലാം ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. അപ്പോൾ ജാതി ചോദിക്കരുത്, ചിന്തിക്കരുത്, പറയരുത്. ശ്രീനാരായണ ഗുരു. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. എന്താണ്? മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. ശ്രീനാരായണ ഗുരു. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ്. ഈഴവ ശിവനെയാണ് ശ്രീനാരായണ ഗുരു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. സംഘടന കൊണ്ട് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനങ്ങൾക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആയിരിക്കണം. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തി ഭോജനവും ചെയ്യുന്നതിൽ യാതൊരു ദോഷവുമില്ല. ഇതൊക്കെ ആരുടെ വചനങ്ങളാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ
വചനങ്ങളാണ്. ഇനി ഓൻ്റെ ജാതി, ഓൻ്റെ മതം, ഓൻ്റെ ദൈവം, ഓൻ്റെ ഉലകം, ഓൻ്റെ അശര്, ഓൻ്റെ നീതി. ആരുടെ വാക്കുകൾ? വൈകുണ്ഠസ്വാമികളുടെ വാക്കുകൾ. ഓൻ്റെ ജാതി, ഓൻ്റെ മതം, ഓൻ്റെ ദൈവം, ഓൻ്റെ ഉലകം, ഓൻ്റെ ഓൻ്റെ നീതി. ഇതാരുടെ വാക്കുകളാണ്? വൈകുണ്ഠസ്വാമികൾ. ജാതി ഒന്ന്, മതം ഒന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന്. ആരുടെ വാക്കുകളാണ്? വൈകുണ്ഠസ്വാമികളുടെ. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്. ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് ശ്രീനാരായണ ഗുരു. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, വൈകുണ്ഠ സ്വാമികൾ. ഓൻ്റെ ജാതി, ഓൻ്റെ മതം, ഓൻ്റെ ദൈവം, ഓൻ്റെ ഉലകം, ഓൻ്റെ അരശ്, ഓൻ്റെ നീതി, വൈകുണ്ഠസ്വാമി. ഇനി സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് സമ്പൂർണ്ണ ദേവൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശിവനാരായണർ, നാരായണ പണ്ടാരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും വൈകുണ്ഠസ്വാമികളാണ്. മുടിചൂടും പെരുമാൾ എന്ന് മാതാപിതാക്കൾ നൽകിയ നാമം സവർണ മേധാവികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മുത്തുക്കുട്ടി എന്നാക്കേണ്ടി വന്നതും ആർക്ക് തന്നെയാണ്? വൈകുണ്ഠസ്വാമികൾക്ക് തന്നെയാണ്. ഇനി ഞാനൊരു കച്ചവടക്കാരനല്ല, ഒരു പത്രം തുടങ്ങിയതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് സാമൂഹ്യ സേവനവും രാജ്യസേവനവുമാണ്. എൻ്റെ പരമമായ ലക്ഷ്യം ധനമല്ല. ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ രാജ്യത്തിനു വേണ്ടിയാണ്. എനിക്ക് അത്രയേ വേണ്ടൂ. ആരുടെ വാക്കുകൾ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വാക്കുകളാണ്. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. മതവിദ്യാഭ്യാസത്തിനോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളൂ. ഇതൊക്കെ ആരുടെ വാക്കുകളാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വാക്കുകളാണ്. ഞാനൊരു കച്ചവടക്കാരനല്ല, ഒരു പത്രം തുടങ്ങിയതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? സാമൂഹ്യ സേവനവും രാജ്യസേവനവുമാണ്. എൻ്റെ പരമമായ ലക്ഷ്യം ധനമല്ല. ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ രാജ്യത്തിനു വേണ്ടിയാണ്. അതാരുടെ വാക്കുകളാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വാക്കുകളാണ്. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണമെന്ന് പറഞ്ഞതും വക്കം അബ്ദുൽ ഖാദർ മൗലവി തന്നെയാണ്. മതവിദ്യാഭ്യാസത്തിനോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളൂ എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി തന്നെയാണ്. ഇനി യാചനയാത്ര. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയാണ് യാചനയാത്ര നടന്നിട്ടുള്ളത്. VT ഭട്ടതിരിപ്പാടാണ് ഇത് നയിച്ചത്. സാമൂഹ്യ പരിഷ്കരണ ജാഥ. കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെയാണ് VT ഭട്ടതിരിപ്പാടാണിത് ജാഥ നയിച്ചത്. പട്ടിണി ജാഥ കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് AK ഗോപാലനാണ് പട്ടിണി ജാഥ നയിച്ചത്. ക്ഷേത്ര ജാഥ കണ്ണൂർ മുതൽ ഗുരുവായൂർ വരെയായിരുന്നു AK ഗോപാലൻ തന്നെയാണ് നയിച്ചത്. മലബാർ ജാഥ കോഴിക്കോട് മുതൽ തിരുവിതാംകൂർ വരെയായിരുന്നു AK ഗോപാലനാണ് നയിച്ചത്. കർഷക ജാഥ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു AK ഗോപാലനാണ് നയിച്ചത്. സവർണ ജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു മന്നത്തു പത്മനാഭനാണ് നയിച്ചത്. ജീവശിഖ ജാഥ അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു മന്നത്തു പത്മനാഭനാണ് നയിച്ചത്. രാജധാനി ജാഥ തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു അക്കമ്മ ചെറിയാനാണ് നയിച്ചത്. യുദ്ധവിരുദ്ധ ജാഥ മാരംകുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്കായിരുന്നു കുമാരഗുരുദേവനാണ് നയിച്ചത്. കർഷക ജാഥ പാലക്കാട് നിന്ന് സബർമതിയിലേക്ക് ആനന്ദ തീർത്ഥം നയിച്ചിട്ടുണ്ട്. ഉപ്പ് സത്യാഗ്രഹ ജാഥ പാലക്കാട് ടു പയ്യന്നൂർ TR കൃഷ്ണസ്വാമി അയ്യരാണ് നയിച്ചത്. ഇതിൽ പ്രീവിയസ് ഇയർ ആയിട്ട് PSC എപ്പോഴും എടുത്ത് ചോദിക്കുന്ന കുറച്ച് ജാഥകളുണ്ട്. അതിലൊന്നാണ് പട്ടിണി ജാഥ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കണ്ണൂർ ടു മദ്രാസ് AK ഗോപാലൻ നയിച്ചത്. അതുപോലെ തന്നെയാണ് സവർണ ജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ മന്നത്തു പത്മനാഭൻ നയിച്ചത്. അതുപോലെ ജീവശിഖ ജാഥ അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ മന്നത്തു പത്മനാഭനാണ് നയിച്ചത്. പിന്നെ യുദ്ധവിരുദ്ധ ജാഥ മാരംകുളം മുതൽ കുളത്തൂർ കുന്നിലേക്ക് കുമാരഗുരുദേവനാണ് നയിച്ചത്. അതുപോലെ തന്നെ യാചനയാത്രയും ചോദിച്ചു കണ്ടിട്ടുണ്ട്. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയായിരുന്നു VT ഭട്ടതിരിപ്പാടാണ് ചോദിച്ചത്. പഠിക്കാൻ പറ്റുമെങ്കിൽ എല്ലാ ജാഥകളും പഠിച്ചു വയ്ക്കുക. അതല്ല എല്ലാം പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സവർണ ജാഥയും ജീവശിഖ ജാഥയും യുദ്ധവിരുദ്ധ ജാഥയും പട്ടിണി ജാഥയും അതുപോലെ തന്നെ യാചനയാത്രയും നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നവോത്ഥാന സംഘടനകളും സ്ഥാപകരും നോക്കാം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരാണ് സ്ഥാപിച്ചത്? SNDP ശ്രീനാരായണ ഗുരുവാണ് സ്ഥാപിച്ചത്. 1903 സ്ഥാപിക്കുന്നത്. ഇനി ശൈവപ്രകാശ സഭ തൈക്കാട് അയ്യാണ് ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചതുള്ളത്. സാധുജന പരിപാലന സംഘം 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. ഇനി ആത്മവിദ്യാ സംഘം
ആത്മവിദ്യാസംഘം 1917 വാക്പടാനന്ദനാണ്. ആത്മവിദ്യാസംഘമാണ് നമുക്ക് UP സ്കൂൾ അസിസ്റ്റൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഏത് വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. 100% അതൊരു ചോദ്യം ചോദിക്കാൻ സാധ്യത ഉള്ളതുമാണ്. അതുകൊണ്ട് പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. ഇനി ആനന്ദ മഹാസഭ ആരാണ് സ്ഥാപിച്ചത്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത്. 1918 സഹോദര സംഘം 1917 സഹോദരൻ അയ്യപ്പനാണ് സഹോദര സംഘം സ്ഥാപിച്ചത്. ഇനി പ്രത്യക്ഷരക്ഷാ ദൈവസഭ കുമാരഗുരുദേവനാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചിട്ടുള്ളത്. CMI സ്ഥാപിച്ചിട്ടുള്ളത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് CMI സ്ഥാപിച്ചിട്ടുള്ളത്. ഇനി ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, അതുപോലെ കേരള മുസ്ലിം ഐക്യ സംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ തുടങ്ങിയിട്ടുള്ള സംഘങ്ങളൊക്കെ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി 1920 കാലഘട്ടങ്ങളിലാണ്. ഇനി തിരുവിതാംകൂർ ഈഴവ സഭ, മലബാർ ഇക്കണോമിക് യൂണിയൻ, ഗ്രേറ്റ് ഈഴവ അസോസിയേഷനൊക്കെ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചത് TK മാധവനാണ്. നായർ സർവീസ് സൊസൈറ്റി മന്നത്തു പത്മനാഭനാണ്. കല്യാണിദായിനി സഭ, ജ്ഞാനോദയം സഭ, അതുപോലെ തന്നെ അരയ സംബോധാരണി സഭ, അരയ സമാജം, അഖില കേരള അരയ മഹാസഭ ഒക്കെ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചതും പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ്. ഇനി സമസ്ത കേരളീയ അരയ മഹാജന യോഗം സ്ഥാപിച്ചത് വേലിക്കുട്ടി അരയനാണ്. കോഴിക്കോട് മഹാബോധിനി ബുദ്ധ മിഷൻ സ്ഥാപിച്ചത് C കൃഷ്ണനാണ്. പിന്നെ ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥനാണ്. അതുപോലെ കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് PK ചാത്തൻ മാസ്റ്ററാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചെണ്ണം പറയാം. എല്ലാം മറ്റും പഠിച്ചില്ലെങ്കിലും അത് പഠിച്ചു വെക്കണം. SNDP ശ്രീനാരായണ ഗുരു, സമത്വ സമാജം ചോദിക്കാൻ സാധ്യതയുണ്ട്. സാധുജന പരിപാലന സംഘം ചോദിക്കാം. ആത്മവിദ്യാ സംഘം ചോദിക്കാം. അതുപോലെ CMI സഹോദര സംഘം, അതുപോലെ തന്നെ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, ഈഴവ അസോസിയേഷൻ, നായർ സർവീസ് സൊസൈറ്റി, അതുപോലെ കൊച്ചി പുലയ മഹാസഭ, അരയ മഹാസഭ, ഇതൊക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുള്ളതാണ്. അതെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. കാരണം നമ്മുടെ സിലബസിൽ പരാമർശിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഓരോ നവോത്ഥാന നായകന്മാർ അവർ സ്ഥാപിച്ച സഭകളും ചോദിക്കാൻ വളരെ 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 സാധ്യതയുണ്ട്. അതിന് ഉറപ്പായിട്ടൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് UP സ്കൂൾ അസിസ്റ്റൻ്റ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? UP സ്കൂൾ അസിസ്റ്റൻ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ വാക്പടാനന്ദനായിരുന്നു. അപ്പോൾ അതുപോലെ 2 മാസം മുമ്പ് നടന്ന കന്നഡ മീഡിയം പരീക്ഷ ചോദിച്ചിട്ടുണ്ടായിരുന്ന സഹോദരൻ അയ്യപ്പനായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഓരോ നവോത്ഥാന നായകന്മാരും അവർ സ്ഥാപിച്ച സംഘടനകളും കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. ഈ ശ്രമപരാജയ സിദ്ധാന്തത്തിൻ്റെ 3 അടിസ്ഥാന പഠന നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ശ്രമപരാജയ പഠനങ്ങളിൽ നിന്നും തൊണ്ടേക്ക് ആവിഷ്കരിച്ചെടുത്ത 3 അടിസ്ഥാന പഠന നിയമങ്ങൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് 1-2 തവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കണം. ഒന്ന് സന്നദ്ധതാ നിയമമാണ്. മറ്റൊന്ന് ഫലനിയമം, അഭ്യാസ നിയമം. അപ്പോൾ സന്നദ്ധതാ നിയമം, ഫലനിയമം, അഭ്യാസ നിയമം. അപ്പോൾ എന്നതായിരിക്കും ഈ സന്നദ്ധതാ നിയമം, ഫലനിയമം, അഭ്യാസ നിയമം എന്നൊക്കെ പറയുന്നത്? ഇത് ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് സന്നദ്ധതാ നിയമം എന്ന് പറയുന്നത്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പഠിതാവ് പ്രവർത്തിക്കാൻ സന്നദ്ധനായിരിക്കുമ്പോൾ അവനെ പഠിപ്പിച്ചാൽ നല്ല രീതിയിൽ അവന് പഠിക്കാൻ കഴിയും എന്നാണ് സിമ്പിളായിട്ട് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഒരു പഠിക്കാനുള്ളൊരു മൈൻഡ് ഓഫ് സ്റ്റേറ്റിൽ ആ കുട്ടി ഇരിക്കുമ്പോൾ മാത്രം അവനെ പഠിപ്പിച്ചാലാണ് എന്ത് ലഭിക്കുകയുള്ളൂ, നല്ല രീതിയിലൊരു പഠനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് എന്ത് പറയുന്നത്, സന്നദ്ധതാ നിയമം പറയുന്നത്. അപ്പോൾ ഒരു അസ്വസ്ഥമായിട്ടുള്ള സിറ്റുവേഷനിലാണ് കുട്ടി ഇരിക്കുന്നത്. ആ ഒരു സമയത്ത് പോയി നമ്മൾ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് അത് അത്രയും ഇഫക്റ്റീവായിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നായിരിക്കും ഈ ഒരു നിയമം പറയുന്നത്. ഇനി അടുത്ത നിയമമാണ് ഫലനിയമം എന്ന് പറയുന്നത്. പഠനം സംതൃപ്തിജനകമാവുകയും പഠിതാവ് അതിൽ നിന്ന് ആനന്ദം അനുഭവിക്കുകയും ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ, ശരിയായ പഠനം ഉണ്ടാവുകയുള്ളൂ. അതായത് ഈ സന്നദ്ധ നിയമപ്രകാരം അവന് ആ ഒരു പഠിക്കാൻ അവൻ്റെ ആ ഒരു മനസ്സ് പാകപ്പെട്ട് വരുമ്പോൾ, സാഹചര്യം പാകപ്പെട്ട് വരുമ്പോൾ പഠിപ്പിക്കുകയാണ് സന്നദ്ധ നിയമം പറയുന്നതെങ്കിൽ, പഠനം സംതൃപ്തിജനകമായും പഠിതാവ് അതിൽ നിന്ന് ആനന്ദം അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് നല്ല രീതിയിലുള്ളൊരു പഠനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് എന്ത് പറയുന്നത്, ഫലനിയമം പറയുന്നത്. അപ്പോൾ ഫലനിയമം കുറച്ചും കൂടി പ്രാവർത്തികമാക്കാൻ വേണ്ടി നമുക്ക് ദൃശ്യ ശ്രാവ്യ ഉപകരണമൊക്കെ പഠനത്തിൽ ഉപയോഗിക്കാം. അതായത് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പിക്ചർ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുക. അങ്ങനെ കുറേ ഉപകരണങ്ങളൊക്കെ ICTയുടെ സഹായത്തെ എന്തു തന്നെ ആയിക്കോട്ടെ, ഒരു ഉപകരണങ്ങളുടെയൊക്കെ സഹായത്തെ കുറച്ചും കൂടി ആക്റ്റീവായിട്ടുള്ള രീതിയിൽ പഠിക്കുകയാണ് എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഫലനിയമത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി അടുത്താണ് അഭ്യാസ നിയമം അല്ലെങ്കിൽ ആവർത്തന നിയമം എന്ന് പറയുന്നത്. അഭ്യാസ നിയമം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉരുവിട്ടുകൊണ്ടും പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്നാൽ മാത്രമേ അതെന്താവുകയുള്ളൂ, നല്ല രീതിയിൽ അതൊരു ഫലവത്തായിട്ട് മാറുകയുള്ളൂ എന്നാണ് എന്ത് പറയുന്നത്, അഭ്യാസ നിയമം അല്ലെങ്കിൽ ആവർത്തന നിയമം പറയുന്നത്.
അപ്പോൾ എന്താണ്, ഒരു നിയമം അനുസരിച്ച് ചോദക പ്രതികരണമായ ഒരു പ്രതികരണം എത്ര കൂടുതൽ ആവർത്തിക്കപ്പെടുന്നുവോ, ഈ പ്രതികരണം എത്ര കൂടുതൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നുവോ അത്രയും കൂടുതൽ ഉറച്ചു നിൽക്കുമെന്നാണ് എന്ത് പറയുന്നത്, അഭ്യാസ നിയമം പറയുന്നത്. ഇനി ഈ ഒരു ആൾക്ക് നോക്കാം. വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന നിയമങ്ങളിൽ ഉൾപ്പെടാത്ത നിയമം ഏതാണ്? വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന നിയമങ്ങളിൽ ഉൾപ്പെടാത്ത നിയമം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇതിൻ്റെ ഓപ്ഷൻ? ഏതാണ് കറക്റ്റ് അല്ലാത്ത? ഏതാണ്? ഫല നിയമമാണോ? കറക്റ്റാണ്. സന്നദ്ധ നിയമം കറക്റ്റാണ്. അഭ്യാസ നിയമം കറക്റ്റാണ്. കറക്റ്റ് അല്ലാത്ത ഏതാണ്? കായിക നിയമമാണ് കേട്ടോ. ഇനി അടുത്തത്, ഇതേ ചോദ്യത്തിന് വേറൊരു ചോദ്യം കൊണ്ട് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു നമ്മളിപ്പോൾ പഠിച്ച കാര്യത്തിൽ നിന്ന് ശ്രമപരാജയ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങൾ ഏതൊക്കെയാണത്? സന്നദ്ധ നിയമം, ഫല നിയമം, അഭ്യാസ നിയമം. ഇനി പ്രവർത്തന അനുബന്ധ സിദ്ധാന്തം ഉപജ്ഞാതാവ് ആരാണ്? പ്രവർത്തന അനുബന്ധ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? സ്കിന്നർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രവർത്തന അനുബന്ധ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? സ്കിന്നറാണ് പ്രവർത്തന അനുബന്ധ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കിന്നറിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന അനുബന്ധ സിദ്ധാന്തവുമായി പ്രധാനപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് എന്താണ്? ഇത് ധനപ്രബലനവും രണപ്രബലനവും, അതായത് പോസിറ്റീവ് റീഫോഴ്സ്മെൻറ്റും നെഗറ്റീവ് റീഫോഴ്സ്മെൻറ്റും. എന്താണ് ഈ പോസിറ്റീവ് റീഫോഴ്സ്മെൻറ്റ്, നെഗറ്റീവ് റീഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ധനപ്രബലനം രണപ്രബലനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടോ? എന്താണ് അദ്ദേഹം ഈ ഒരു സ്കിന്നർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കാര്യം. അതായത് അഭിലാഷണീയമായ പ്രതികരണം ഉണ്ടായാൽ ഉടൻ തന്നെ സംതൃപ്തജനകമായൊരു അനുഭവം നൽകുന്നതിനാണ് ധനപ്രബലനം എന്ന് വിളിക്കുന്നത്. അതായത് ധനപ്രബലനം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളൊരു കാര്യം ക്ലാസ്സിൽ കുട്ടിയോട് ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ കുട്ടി അതിന് കറക്റ്റായിട്ടൊരു ആൻസർ, കൃത്യമായിട്ട് ഒരു ആൻസർ പറയുന്നു. അപ്പോൾ എന്താണ്, അപ്പോൾ ആ അധ്യാപകൻ ഒന്ന് ചിരിക്കുന്നു. ആ മിടുക്കൻ, കൊള്ളാലോ, നീ മിടുക്കനായിട്ട് പറഞ്ഞല്ലോ. അതെന്താണ്? അതൊരു ധനപ്രബലനമാണ് കേട്ടോ. ഇനി അധ്യാപകൻ്റെ ഒരു പുഞ്ചിരി, ആ മിടുക്കൻ, നീ നന്നായിട്ട് ഉത്തരം പറഞ്ഞല്ലോ. ഇനി തലയിൽ തൊട്ടിട്ട്, ഓ നീ കൊള്ളാലോടെ മോനെ, നല്ല ഉത്തരം എന്നൊക്കെ പറഞ്ഞാൽ അവൻ ആ ഒരു സമയത്ത് കൊടുക്കുന്ന ആ ഒരു റീഫോഴ്സ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ധനപ്രബലനം അല്ലെങ്കിൽ പോസിറ്റീവ് റീഫോഴ്സ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അതല്ലാണ്ട് വേറെ എക്സാമ്പിൾ എന്ന് നമുക്ക് എന്ത് പറയാം, ഒരു മികച്ച ഉൽപ്പാദനം ഉണ്ടാവുകയാണ് ഫാക്ടറിയിൽ. അപ്പോൾ എന്താണ്, നല്ല രീതിയിലുള്ള പ്രൊഡക്ഷനോട് ഉണ്ടാകുമ്പോൾ അവിടുത്തെ എംപ്ലോയീസിന് അവിടുത്തെ ഓണർ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റീവ് പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ എന്തൊരു ശമ്പളം കൂട്ടിക്കൊടുക്കുന്നു. അതൊക്കെ എന്താണ്, അതൊക്കെ ഒരു ധനപ്രബലനമാണ്. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ കുറച്ചും കൂടി ആ വ്യക്തി ചെയ്ത കാര്യത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യവും സപ്പോർട്ട് പോലെ കൊടുക്കുന്നതാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ധനപ്രബലനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വരാം, വിഷ്ണു എന്ന കുട്ടി അധ്യാപകൻ ചോദിച്ച ഉത്തരത്തിന് കൃത്യമായൊരു ആൻസർ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾ എന്ത് തരത്തിലുള്ള ഒരു പ്രബലനമായിരിക്കും അവിടെ നൽകുന്നത്, അല്ലെങ്കിൽ എന്താണ് ശരിയായിട്ടുള്ള പ്രബലനം അവിടെ നൽകേണ്ടത്? അധ്യാപകൻ ദേഷ്യപ്പെട്ടു, അധ്യാപകൻ വടിയെടുത്തു, അങ്ങനെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ അധ്യാപകൻ പറഞ്ഞു, നീ മിടുക്കൻ, നല്ല ചോദ്യത്തിന് ഉത്തരം മോനെ എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ഉത്തരമാണ് പറഞ്ഞിട്ട് അതിൻ്റെ ഓപ്ഷൻ നമുക്ക് എന്തായിട്ട് ആൻസർ ചെയ്യാം? നല്ല മിടുക്കൻ എന്ന് പറഞ്ഞതായിട്ട് ആൻസർ ചെയ്യാം അല്ലേ. കാരണം എന്താണ്, പോസിറ്റീവ് റീഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുഞ്ചിരിയോടുള്ള സംസാരം, അല്ലെങ്കിൽ അതിനൊരു കൈത്താങ് പോലെ നമ്മൾ കൊടുക്കുന്നു. ആ മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കിയും കൃത്യമായി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അവനെ ഒരു പ്രോത്സാഹനം നൽകുന്നു. അതിനെയാണ് എന്ന് വിളിക്കുന്നത് പോസിറ്റീവ് റീഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ധനപ്രബലനം എന്ന് വിളിക്കുന്നത്. ആ സമയത്ത് രണപ്രബലനം എന്ന് പറഞ്ഞാൽ എന്താണ്, രണപ്രബലനം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റീഫോഴ്സ്മെൻ്റ് ആണ്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതായത് എന്താ, കുട്ടിയെ ഒരു ചോദ്യം നീ ഇന്ന ഉത്തരം പറയുവാണെങ്കിൽ ഞാൻ നാളെ നിനക്ക് ഇമ്പോസിഷൻ നൽകില്ല, അല്ലെങ്കിൽ ഈ ഒരു ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം, അങ്ങനെ പറഞ്ഞ് നൽകുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് രണപ്രബലനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശിക്ഷ നൽകുന്നതല്ല കേട്ടോ, ആ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിവാക്കുന്നത്. അപ്പോൾ ഇമ്പോസിഷൻ നൽകാം, ഇതൊരു ഉത്തരം പറയുന്നത് നിനക്ക് നാളെ ഇതിൻ്റെ ഇമ്പോസിഷൻ ഞാൻ നൽകില്ല എന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് എന്താണ്, ആ ഇമ്പോസിഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുട്ടി എന്താണ് അതിന് ഉത്തരം പറയാനായിട്ട് ശ്രമിക്കും. ആ ഒരു കോൺസെപ്റ്റാണ് ഈ രണപ്രബലനത്തിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ശിക്ഷയും രണപ്രബലനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ പറഞ്ഞൊരു ശിക്ഷ നൽകലല്ല രണപ്രബലനം എന്ന് പറയുന്നത്, ഒരു കാര്യത്തിൽ നിന്ന് ഒഴിവാക്കിയെടുക്കലാണ്. അപ്പോൾ അതിന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. രണപ്രബലനത്തിന് എങ്ങനെയാണ്, ഒരു അസ്വസ്ഥജനകമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് പിൻവലിക്കപ്പെടുകയാണ്. അത് ഇമ്പോസിഷൻ എഴുതണ്ട എന്ന കുട്ടിയുടെ ഒരു അസ്വസ്ഥജനകമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് അധ്യാപകൻ പിൻവലിക്കപ്പെടുകയാണ്. പക്ഷേ എന്താണ്, ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്, വേദനജനകമായൊരു അനുഭവം നൽകുകയാണ് ശിക്ഷയിലൂടെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ധനപ്രബലനവും ഈ ഓപ്പറേഷൻ കണ്ടീഷനെയും വെച്ചിട്ട് ഒരു ചോദ്യം പ്രീവിയസ് ഇയർ വന്നൊന്ന് പരിശോധിക്കാം. ഒരു ചോദകത്തിൻ്റെ സാന്നിധ്യ പ്രതികരണത്തിൻ്റെ ആവർത്തി കൂട്ടുന്നുവെങ്കിൽ, അത് എന്ത് പ്രബലനമാണ്? അതൊരു ധനപ്രബലനമാണ്.
പരിക്രമീകൃത ബോധനം രൂപപ്പെടുന്നത് ഏത് പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു? ഏത് പഠന സിദ്ധാന്തത്തെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്പറന്റ് കണ്ടീഷനിങ്ങിനെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്താണ് പഠനത്തിന് വൈജ്ഞാനിക വികസന സമീപനത്തിൻ്റെ ശക്തമായ വക്താവ്. പഠനത്തിൻ്റെ വൈജ്ഞാനിക വികസന സമീപനത്തിൻ്റെ ശക്തമായ വക്താവ് ആരാണ്? ജീൻ പിയാഷെയാണ് പഠനത്തിൻ്റെ വൈജ്ഞാനിക വികസന സമീപത്തിൻ്റെ ശക്തനായിട്ടുള്ള വക്താവ് എന്ന് പറയുന്നത്. അപ്പോൾ മറക്കണ്ട, നമുക്ക് എൽ പിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അതുപോലെ എക്സാമും OMR ഷീറ്റ് പ്രാക്ടീസും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ പരീക്ഷയ്ക്ക്. ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അതുപോലെ തന്നെ ഈ പരീക്ഷയൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നേറാനായിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അതുപോലെ പരീക്ഷയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിനെക്കുറിച്ചോ പരീക്ഷയെക്കുറിച്ചോ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി. ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിൻ്റെ മോഡൽസൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കണ്ട് വിലയിരുത്താവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പിൽ ഹായ് അയക്കാം കേട്ടോ. ഇനി വൈജ്ഞാനിക മണ്ഡലത്തിൽ നടക്കുന്ന 2 അടിസ്ഥാന പ്രക്രിയയെ പിയാഷെ വിളിക്കുന്നത്. വൈജ്ഞാനിക മണ്ഡലത്തിൽ നടക്കുന്ന 2 അടിസ്ഥാന പ്രക്രിയകളെ പിയാഷെ വിളിക്കുന്ന എന്താണ്? സംയോജനവും അനുരൂപീകരണം. അപ്പോൾ പിയാഷെയുടെ ഈ സംയോജനവും അനുരൂപീകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പലതവണ പ്രീവിയസ് ഇയർ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു സംയോജനം, അതുപോലെ എന്താണ് അനുരൂപീകരണം, അല്ലെങ്കിൽ അതുപോലെ സ്വാംശീകരണം എന്താണ്, സംസ്ഥാപനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓരോന്നും വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കിപ്പോകാം. അപ്പോൾ ഈ വൈജ്ഞാനിക മണ്ഡലത്തിൽ നടക്കുന്ന 2 അടിസ്ഥാന പ്രക്രിയ പിയാഷെ വിളിക്കുന്നത് ഒന്ന് സംയോജനമെന്നും മറ്റൊന്ന് അനുരൂപീകരണം എന്നാണ്. അപ്പോൾ എന്താണ് സംയോജനമെന്നും എന്താണ് അനുരൂപീകരണമെന്നും, അനുരൂപീകരണത്തിന് എങ്ങനെയാണ് നമ്മുടെ സ്വാംശീകരണം ഉണ്ടാകുന്നതെന്നും സ്വാംശീകരണത്തിന് എങ്ങനെയാണ് സംസ്ഥാപനം ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കിപ്പോകാം കേട്ടോ. അപ്പോൾ സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണ്? നിലവിലുള്ള അറിവിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ സ്കീമ എന്ന് വിളിച്ചത് ആരാണ്? പിയാഷെയാണ് കേട്ടോ. നിലവിലുള്ള അറിവിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ സ്കീമ എന്ന് വിളിച്ചത് ആരാണ്? അത് ജീൻ പിയാഷെയാണ് ഇങ്ങനെയൊരു പേരിട്ട് ഇതിനെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സംയോജനം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിലവിലുള്ള സ്കീമകൾ മതിയാകാതെ വരുന്ന സന്ദർഭങ്ങളിൽ പുതിയതായി കൂട്ടിച്ചേർക്കപ്പെടുന്നത് എന്തോ അതിനെയാണ് നമ്മൾ സംയോജനം എന്ന് വിളിക്കുന്നത് കേട്ടോ. നിലവിലുള്ള സ്കീമുകൾ മതിയാകാതെ വരുന്ന സന്ദർഭങ്ങളിൽ പുതിയതായി കൂട്ടിച്ചേർക്കപ്പെടുന്നവയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സംയോജനം എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് അനുരൂപീകരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബാഹ്യലോകവുമായി പൊരുത്തപ്പെടുന്നതിന് പരിസ്ഥിതിയുമായി ഇടപെട്ടുകൊണ്ട് സ്കീമുകൾ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയ. ബാഹ്യലോകവുമായി പൊരുത്തപ്പെടുന്നതിന് പരിസ്ഥിതിയുമായി ഇടപെട്ടുകൊണ്ട് സ്കീമുകൾ നിർമ്മിച്ചിരിക്കുന്ന പ്രക്രിയ എന്ന് വിളിക്കുന്നു? അനുരൂപീകരണം എന്ന് വിളിക്കുന്നു. ഇനി എന്താണ് സ്വാംശീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നു. പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീം ഉപയോഗിച്ച് പരിഹരിക്കുന്നതിനാണ് സ്വാംശീകരണം എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ അതിനിപ്പോൾ എന്ത് എക്സാമ്പിൾ പറയാം നമുക്ക്? ഒരു എക്സാമ്പിൾ ഇതാണ്. ഒരു കുട്ടിക്ക് ഒരു കളിപ്പാട്ടമുണ്ട്, ഒരു ചെറിയ കുഞ്ഞുവാവയ്ക്ക് ഒരു കളിപ്പാട്ടമുണ്ട്. ഒരു തള്ളുന്ന ഒരു കാറാണ് ആ കളിപ്പാട്ടം എന്ന് വെച്ചോ. അപ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു? ഈ തള്ളുന്ന ഈ ഒരു കാറ് പല വണ്ടികളുണ്ട് കുട്ടിക്ക്. അപ്പോൾ ആ കുഞ്ഞുവാവ ഈ പല വണ്ടികൾ ഇങ്ങനെ തള്ളി ഓടിക്കുവാണെന്ന് വെച്ചോ. അപ്പോൾ ഈ കുട്ടിക്ക് കുറേ കളിപ്പാട്ടങ്ങളുണ്ട്. അപ്പോൾ കുട്ടിക്ക് വണ്ടി തള്ളി നീക്കാൻ അറിയാം. അപ്പോൾ എന്ത് കളിപ്പാട്ടം കിട്ടിയാലും കുട്ടി എന്ത് ചെയ്യും? കുട്ടിയുടെ കയ്യിലുള്ള പഴയ കളിപ്പാട്ടങ്ങളെല്ലാം തള്ളി നീക്കുന്നതല്ലേ. അപ്പോൾ കുട്ടിക്ക് വേറെ ഏത് കളിപ്പാട്ടം കിട്ടിയാലും കുട്ടി എന്ത് ചെയ്യും? അതിങ്ങനെ തള്ളി നീക്കാനായിട്ട് നോക്കും. അതിനെ ആ ഒരു കോൺസെപ്റ്റാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? സ്വാംശീകരണം എന്ന് ഉദ്ദേശിക്കുന്നത്. കുട്ടിക്ക് അറിയാവുന്നൊരു കാര്യം കുട്ടി അത് മറ്റ് കളിപ്പാട്ടങ്ങളും കിട്ടുമ്പോൾ അതേ രീതിയിൽ തന്നെ ആ ഒരു മുന്നറിവ് ഇതിനകത്ത് പ്രയോഗിക്കാൻ നോക്കുന്നു. ഇനി എന്താണ് സംസ്ഥാപനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്കൊരു ഇലാബറേറ്റ് ചെയ്ത് പറയാം. അതായത് കുട്ടിക്ക് എന്ത് കളിപ്പാട്ടം കിട്ടിയാലും കുട്ടിക്ക് കുറേ കളിപ്പാട്ടമുണ്ട്. അപ്പോൾ കുട്ടി അതിനകത്ത് ഇങ്ങനെ തള്ളി നീക്കിയ ഈ വണ്ടി മുന്നോട്ട് ഓടും, ചക്രമുള്ളത് കൊണ്ട് മുന്നോട്ട് ഓടുന്ന അറിവ് കുട്ടിക്കുണ്ടല്ലോ. അപ്പോൾ വേറെ ഏത് കളിപ്പാട്ടം കിട്ടിയാലും കുട്ടി എന്ത് ചെയ്യും? ഇതുപോലെ തള്ളി നിൽക്കും. കുട്ടിയുടെ അറിവ് മറ്റൊരു കാര്യത്തിലേക്ക് ഉപയോഗിക്കുന്നതിനാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് കോൺസെപ്റ്റ്, ഈ സംസ്ഥാപനം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞുവാവയ്ക്ക് തന്നെ കുഞ്ഞുവാവയുടെ അങ്കിള് ഒരു ഒരു മോഡേൺ കാർ കൊണ്ടുപോയി കൊടുക്കുകയെന്ന് വെച്ചോ. അപ്പോൾ കുട്ടിക്ക് കുറേ ജീപ്പും ബസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കാറ് കിട്ടുമ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യും? എൻ്റെ മറ്റു വണ്ടികൾ തള്ളിയാണല്ലോ നീക്കുന്നത്, അപ്പോൾ ഇതും തള്ളി നീക്കാമെന്ന് ഓർത്ത് അങ്കിളിൻ്റെ കയ്യിൽ നിന്ന് കാറ് വാങ്ങിച്ച് കുട്ടി തള്ളി നീക്കാൻ നോക്കും. പക്ഷേ ഈ വണ്ടി തള്ളിയാൽ നീങ്ങുന്നില്ല. അപ്പോൾ കുട്ടിയുടെ മുന്നറിവ് എന്താണ്? ചക്രമുള്ള വണ്ടി തള്ളിയാൽ നീങ്ങും എന്നാണ് കുട്ടിയുടെ മുന്നറിവ്. ആ ഒരു മുന്നറിവ് കുട്ടി ഈ ഒരു പ്രശ്നത്തിലേക്ക് ഈ ഒരു പുതിയ പഴയ കോൺസെപ്റ്റ് പ്രയോഗിച്ച് പുതിയ വണ്ടി ഓടിക്കാനായിട്ട് നോക്കുന്നു. പക്ഷേ ആ വണ്ടി തള്ളിയാൽ നീങ്ങുന്നില്ല. അപ്പോൾ അങ്കിള് പറയുന്നു, മോനെ വണ്ടി തള്ളിയാൽ നീങ്ങില്ല, ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ താക്കോല്. ഇവിടെ ഈ താക്കോലിട്ട് ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോഴാണ് ഈ വണ്ടി മുന്നോട്ട് നീങ്ങുന്നതെന്ന് അങ്കിള് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു കുട്ടിക്ക്. അപ്പോൾ കുട്ടിക്ക് അതുവരെയുള്ള അറിവ് എന്താണ്?
തള്ളിയാൽ ചക്രമുള്ള വണ്ടി നീങ്ങുമെന്നാണ് കുട്ടിയുടെ ആ ഒരു നിമിഷം വരെയുള്ള അറിവ്. അപ്പോൾ അങ്കിള് കാണിച്ചു കൊടുക്കുകയാണ്, ഇതിങ്ങനെയല്ല മോനെ, ഇങ്ങനെ താക്കോലിട്ട് തിരിച്ചാലേ വണ്ടി ഓടൂ എന്ന് അങ്കിള് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ആ പ്രസൻറ്റ് കുട്ടിക്കുള്ള അറിവിലേക്ക് പുതിയ അഡീഷനായിട്ടൊരു കാര്യം വരികയാണ്. അതായത് താക്കോലിട്ട് തിരിച്ചാലും ഓടുന്ന വണ്ടിയുണ്ട്, അങ്ങനെയുള്ള വണ്ടി ഈ സൈഡിൽ താക്കോലിട്ട് തിരിച്ചാൽ ഓടുമെന്ന ഒരു പുതിയ അറിവ് കുട്ടിയുടെ സ്കീമയിലേക്ക് അഡീഷൻ ചെയ്തു വരികയാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സംസ്ഥാപനം എന്ന് വിളിക്കുന്നത്. കുട്ടിയുടെ പഴയ സ്കീമയിൽ മാറ്റം വരുത്തി അവിടെ പുതിയൊരു ആശയം കുട്ടി അവിടെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബ്രൂണറുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തം വൈജ്ഞാനിക ഘടനയുടെ വികസനത്തിലേക്ക് നയിക്കുന്ന വിവര സംസ്കരണത്തിൻ്റെ സാങ്കേതിക വിദ്യയ്ക്ക് സംഭാവന നൽകിയ വ്യക്തിയാണ് ആര്? ബ്രൂണർ എന്ന് പറയുന്നത്. ഇനി ബ്രൂണറിൻ്റെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ബ്രൂണറിൻ്റെ പ്രധാനപ്പെട്ട വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ എന്ന് പറയുന്നത് പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം, അങ്ങനെ പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങളാണ് ഉള്ളത്. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പ്രവർത്തന ഘട്ടമാണ്. പ്രവർത്തന ഘട്ടത്തിൽ എങ്ങനെയാണ്? ശിശു കാര്യങ്ങൾ കായിക പ്രവൃത്തിയിലൂടെയാണ് പഠിക്കുന്നത്. കുട്ടി എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തായിരിക്കും കുട്ടി കുഞ്ഞ് ക്ലാസ്സിലൊക്കെ അല്ലെങ്കിൽ ചെറുപ്പത്തിലെ കുട്ടി ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. ഇനി ബിംബന ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? കായിക പ്രവർത്തനങ്ങളിൽ നിന്നും ബിംബനങ്ങൾ സ്വതന്ത്രമാകുന്ന ഘട്ടമാണ് ഇവിടെ വരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കുട്ടി എന്ത് ചെയ്യുന്നു? കയ്യിൽ കിട്ടിയ കരിക്കട്ട മറ്റു ഉപകരണങ്ങൾ ഉപയോഗിച്ച് ചുമരിലും മറ്റു പ്രതലങ്ങളിലും പലതരം രൂപങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ആദ്യത്തെ പ്രവർത്തന ഘട്ടത്തിൽ കുട്ടി കളിപ്പാട്ടമൊക്കെ എടുത്ത് കളിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കുറേ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ പ്രവർത്തന ഘട്ടത്തിൽ കുട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ബിംബന ഘട്ടത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? കയ്യിൽ കിട്ടിയ ഓരോ വസ്തുക്കളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കുട്ടി ചുമരിലോ മറ്റു പ്രതലങ്ങളിലോ ഒക്കെ വരയ്ക്കാനൊക്കെ ആയിട്ട് നോക്കുന്നതാണ് എന്ത്? ഈ ബിംബന ഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ കുട്ടിയുടെ മനോചിത്രങ്ങളുടെ ആവിഷ്കാരമാണ് ഏത് ഘട്ടത്തിൽ നടക്കുന്നത്? ബിംബന ഘട്ടത്തിൽ നടക്കുന്നത്. ഇനി പ്രതിരൂപാത്മക ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതുമായത് ഘട്ടമായതാണ് അത് പ്രതിരൂപാത്മക ഘട്ടമാണ്. പ്രവർത്തന ബിംബന ഘട്ടങ്ങളും ഭാഷാപദങ്ങളും മാറ്റുന്ന ഘട്ടമാണ് പ്രതിരൂപാത്മക ഘട്ടം. പ്രവർത്തനവും ബിംബനങ്ങളും ഭാഷാപദങ്ങളായി മാറുന്ന ഘട്ടം ഏതാണ്? പ്രതിരൂപാത്മക ഘട്ടമാണ്. ഇനി ആശയദാന മാതൃക എന്താണെന്ന് നോക്കാം. ഇനി ആശയദാന മാതൃക ആവിഷ്കരിച്ചത് ആരാണ്? ബ്രൂണറാണ് ആശയദാന മാതൃക എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് പഠനത്തിന് ഉൾക്കാഴ്ച അഥവാ അന്തർദൃഷ്ടി എന്ന പദം പേര് കൊടുത്തത് ആരാണ്? കൊഹ്ലറാണ് പഠനത്തിന് ഉൾക്കാഴ്ച അഥവാ അന്തർദൃഷ്ടി എന്ന ആദ്യം പേര് കൊടുത്തത്. ഇനി ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം എന്ന മനഃശാസ്ത്ര ചിന്താധാര മുന്നോട്ട് വെച്ചത് ഏത് മനഃശാസ്ത്രമാണ്? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ് ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം എന്ന മനഃശാസ്ത്ര ചിന്താധാര മുന്നോട്ട് വെച്ചത്. ഇനി ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കട്ട് ലെവിനാണ് ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇനി സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? വൈറ്റ്ഗോസ്കിയാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് വരുന്നത്. ഇനി എന്താണ് കൈത്താങ് നൽകൽ എന്ന് പറയുന്നത്? പഠിതാവ് കഴിവിൻ്റെ പരമാവധിയിൽ ഉപയോഗിച്ച് മുന്നേറാൻ സഹായിക്കുന്ന വൈജ്ഞാനിക ഘടനയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് കൈത്താങ് നൽകൽ എന്ന് വിളിക്കുന്നത്. എന്താണ് കൈത്താങ് നൽകൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിതാവ് കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് മുന്നേറാൻ സഹായിക്കുന്ന വൈജ്ഞാനിക ഘടനയെ നമുക്ക് എന്ത് വിളിക്കാം? കൈത്താങ് നൽകൽ എന്ന് വിളിക്കാം. തനിയെ നിന്ന് പ്രവർത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് കുട്ടിക്ക് നൽകുന്ന താൽക്കാലിക സഹായം. തനിയെ നിന്ന് പ്രവർത്തിക്കുന്നതിന് ഒരു കുട്ടി തനിയെ തന്നെ അവൻ്റെ ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മൾ നൽകുന്ന ഒരു ചെറിയൊരു സപ്പോർട്ടിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് കൈത്താങ് നൽകൽ എന്ന് വിളിക്കുന്നത്. പ്രൈമറി ക്ലാസ്സുകളിൽ ഉപയോഗിക്കാവുന്ന കൈത്താങ് തന്ത്രങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ആർജിത അറിവിൻ്റെ ഉപയോഗം, പ്രശ്നവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, ഭാഗികമായി പ്രശ്ന പരിഹാര തന്ത്രങ്ങൾ അവതരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇത്തരത്തിൽ പ്രൈമറി ക്ലാസ്സുകളിൽ ഉപയോഗിക്കാവുന്ന കൈത്താങ് നൽകലാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. LP സ്കൂൾ അസിസ്റ്റൻ്റ് NCAക്ക് 2022 ചോദിച്ച ചോദ്യമാണ്. പഠനവേളയിൽ ടീച്ചർ ഒരേ കുട്ടിയുടെയും നിലവാരത്തിനൊത്ത് ആശയങ്ങൾ മാർഗനിർദ്ദേശം എന്നിവ നൽകുന്നു. ഇതിനെ എന്തെന്ന് വിശേഷിപ്പിക്കാം? കൈത്താങ് നൽകലെന്ന് വിശേഷിപ്പിക്കാം അല്ലേ? അതായത് നമ്മൾ കുട്ടിക്ക് നൽകുന്ന ഒരു ചെറിയ സപ്പോർട്ട്, അവൻ സ്വയം ഉയരത്തിലെത്തുന്നു, അവനും നമ്മൾ നൽകുന്നൊരു കുഞ്ഞു സപ്പോർട്ടിനെ നമുക്ക് എന്ത് വേണമെങ്കിൽ വിളിക്കാം? കൈത്താങ് നൽകലെന്ന് വിളിക്കാം. ഇനി അടിസ്ഥാന അളവുകളും യൂണിറ്റുകളും, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടിസ്ഥാന അളവുകളും യൂണിറ്റുകളും ഇത് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ SI യൂണിറ്റുകളാണ് ഇവിടെ പറയുന്നത്. നീളത്തിൻ്റെ SI യൂണിറ്റ് എന്നാണ്? മീറ്റർ ആണ് കേട്ടോ. നീളത്തിൻ്റെ എന്താണ്? മീറ്റർ. പിണ്ഡം കിലോഗ്രാം. അപ്പോൾ നീളം മീറ്റർ, പിണ്ഡം കിലോഗ്രാം, സമയം സെക്കൻഡ്. സമയം എന്താണ്? സെക്കൻഡാണ്. വൈദ്യുത പ്രവാഹം എന്താണ്?
ആംബിയർ. വൈദ്യുതപ്രവാഹം എന്താണ്? ആംബിയർ ആണ്. താപനില എന്താണ്? കെൽവിൻ ആണ് താപനില അല്ലേ? കെൽവിൻ ആണ് താപനില. പദാർത്ഥത്തിന്റെ അളവ് എന്താണ്? മോൾ. പദാർത്ഥത്തിന്റെ അളവ് എന്താണ്? മോൾ. പ്രകാശ തീവ്രത എന്താണ്? ക്യാൻഡലയാണ് പ്രകാശ തീവ്രതയായിട്ട് വരുന്നത്. അപ്പോൾ നീളം മീറ്റർ, പിണ്ഡം കിലോഗ്രാം, സമയം സെക്കൻഡ്, വൈദ്യുത പ്രവാഹം ആംബിയർ, താപനില കെൽവിൻ, പദാർത്ഥത്തിന്റെ അളവ് മോള്, പ്രകാശ തീവ്രത ക്യാൻഡല. മാറിപ്പോവരുത്, ചിലപ്പോൾ ചേരുമ്പടി ചേർക്കാൻ ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ് താഴെ കൊടുത്തിരിക്കുന്നത് പിണ്ഡത്തിന്റെ SI യൂണിറ്റ് ഏത്? മീറ്റർ, സെക്കൻഡ്, ആംബിയർ, കെൽവിൻ, കിലോഗ്രാം ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ഏതാണ്? കിലോഗ്രാം ആണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നീളം മീറ്റർ, പിണ്ഡം കിലോഗ്രാം, സമയം സെക്കൻഡ്, വൈദ്യുത പ്രവാഹം ആംബിയർ, താപനില കെൽവിൻ, പദാർത്ഥത്തിന്റെ അളവ് മോൾ, പ്രകാശ തീവ്രത ക്യാൻഡല. അപ്പോൾ മാറിപ്പോവാണ്ട് കൃത്യമായിട്ട് ഇത് ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അളവുകളും യൂണിറ്റുകളും തന്നെയാണ്. ഭാരം എന്താണ്? ഭാരം ന്യൂട്ടൺ ആണ്. ഭാരം എന്താണ്? ന്യൂട്ടൺ. പിണ്ഡം കിലോഗ്രാം, സാന്ദ്രത കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ആക്കം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. വ്യാപക മർദ്ദം ന്യൂട്ടൺ. പവർ എന്താണ്? വാട്ട്. അന്തരീക്ഷ മർദ്ദം മില്ലി ബാർ ഓർ ഹെക്ടോ പാസ്കൽ. ചാർജ് കൂളോം. വൈദ്യുത പ്രതിരോധം ഓം. റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ. ലുമിനസ് ഫ്ലെക്സ് ലൂമൻ. തിളക്കം ക്യാൻഡല പെർ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. അപ്പോൾ ഇത് മാറിപ്പോവരുത്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഭാരം എന്താണ്? ന്യൂട്ടൺ ആണ്. ഭാരം എന്താണ്? ന്യൂട്ടൺ. പിണ്ഡം എന്താണ്? കിലോഗ്രാം. സാന്ദ്രത കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ആക്കം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. വ്യാപക മർദ്ദം ന്യൂട്ടൺ. പവർ വാട്ട്. അന്തരീക്ഷ മർദ്ദം മില്ലി ബാർ ഓർ ഹെക്ടോ പാസ്കൽ. കാന്തിക ഫ്ലക്സ് വെബർ. ലെൻസിന്റെ പവർ ഡയോപ്റ്റർ. റേഡിയോ ആക്ടിവിറ്റി ക്യൂറി ബെക്വറൽ. കാന്തിക ഫ്ലക്സിന്റെ സാന്ദ്രത ടെസ്ല. ഇലുമിനസ് ലക്സ്. വൈദ്യുത ചാർജ് കൂളോം. വൈദ്യുത പ്രതിരോധം ഓം. റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ. ലുമിനസ് ഫ്ലെക്സ് ലൂമൻ. തിളക്കം ക്യാൻഡല പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത എങ്ങനെയാണ്? 100% ആയതുകൊണ്ട് തന്നെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ചെണ്ടയുടെ ഡയഫ്രം എങ്ങനെയാണ്? ചലന രീതി എന്താണ്? ദോലനമാണല്ലേ? ദോലനം അല്ലെങ്കിൽ കപനമാണ് ചെണ്ടയുടെ ഡയഫ്രം എന്ന് പറയുന്നത്. കറങ്ങുന്ന കസേര ഭ്രമണമാണ്. കറങ്ങുന്ന പമ്പരം എന്താണ്? അതും ഭ്രമണമാണ്. തയ്യൽ മെഷീനിലെ ചെറിയ ചക്രം എന്താണ്? ഭ്രമണമാണ്. പൊടിമില്ലിലെ ചക്രങ്ങൾ എന്താണ്? ഭ്രമണമാണ്. ലിഫ്റ്റ് എന്താണ്? ലിഫ്റ്റ് നേർരേഖാ ചലനമാണ് അല്ലേ? ലിഫ്റ്റ് മുകളിൽ താഴത്തേക്കല്ലേ മുകളിലേക്കല്ലേ പോകുന്നത്? നേരെയല്ലേ പോകുന്നത്? അത് വെച്ച് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. നേർരേഖാ ചലനമാണ്. ഊഞ്ഞാൽ എന്താണ്? ഊഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബിന്ദുവെ കേന്ദ്രമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടല്ലേ ആടുന്നത്. അപ്പം അതെന്താണ്? അതൊരു ദോലനമാണ്. വീണയുടെ കമ്പിയും എന്ത് തന്നെയാണ്? ദോലനമാണ് അല്ലെങ്കിൽ കപനമാണ്. ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം എന്താണ്? വർത്തുള ചലനമാണ് കേട്ടോ. ഒരു കല്ലിൽ എന്താണ് ഒരു ചരട് കെട്ടുന്നു, എന്നിട്ട് ചരടിൻ്റെ അറ്റം പിടിച്ച് നമ്മളിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് തരത്തിലുള്ള ചലനമാണത്? അതൊരു വർത്തുള ചലനമായിരിക്കും. ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചിയുടെ അഗ്രഭാഗം എന്താണ്? വർത്തുള ചലനമാണ്. ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചിയുടെ അഗ്രഭാഗം എന്ത് തരത്തിലുള്ള ചലനമാണ്? വർത്തുള ചലനമാണ്. ഇത് പലതവണ പ്രീവിയസ് PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചെണ്ടയുടെ ഡയഫ്രം എന്താണ്? അതിനോടൊപ്പം പറഞ്ഞു പോയിക്കേ. ചെണ്ടയുടെ ഡയഫ്രം ദോലനം അല്ലെങ്കിൽ കപനം. അപ്പോൾ ദോലനം എന്നുണ്ടാവും, ചിലപ്പോൾ കപനം എന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ കപനം എഴുതുക, അല്ല ദോലനം എന്നാണെങ്കിൽ ദോലനം എഴുതണം കേട്ടോ. കറങ്ങുന്ന കസേര ഭ്രമണം. കറങ്ങുന്ന കസേര ഭ്രമണം. കറങ്ങുന്ന പമ്പരം ഭ്രമണം. തയ്യൽ മെഷീനിലെ ചെറിയ ചക്രം ഭ്രമണം. പൊടിമില്ലിലെ ചക്രങ്ങൾ ഭ്രമണം. ലിഫ്റ്റ് നേർരേഖാചലനം. എന്താണ്? നേർരേഖാചലനം. അപ്പോൾ ഒരു മാമ്പഴം ഞെട്ടിട്ട് താഴത്തേക്ക് വീഴുന്ന എന്ത് ചലനമാണ്? നേർരേഖ ചലനമാണ് കേട്ടോ. ഇനി ഊഞ്ഞാൽ ദോലനം. വീണയിലെ കമ്പി ദോലനം അല്ലെങ്കിൽ കപനമാണ്. ഒരു കല്ല് ചരടിക്കെട്ടി കറക്കുന്നത് എന്താണ്? വർത്തുള ചലനം. ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രഭാഗം എന്താണ്? അതും വർത്തുള ചലനം തന്നെയാണ്. ഇനി ക്രമാവർത്തന ചലനം എന്താണെന്ന് നോക്കാം. ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനത്തെയാണ് ക്രമാവർത്തന ചലനം എന്ന് വിളിക്കുന്നത്. എന്താണ്? ഒരു നിശ്ചിത സമയത്തിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചലനം എന്ന് വിളിക്കാം? ക്രമാവർത്തന ചലനം എന്ന് വിളിക്കാം. ഭൂമിയുടെ ഭ്രമണം എങ്ങനെയാണ്? ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ക്രമാവർത്തനമായിട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എന്താണ്? സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? അതൊരു ക്രമാവർത്തന ചലനമാണ് ഭൂമിയുടെ ഭ്രമണം എന്ന് നമുക്ക് പറയാം അല്ലേ. ഇനി പെൻഡുലം ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം എന്ത് തന്നെയാണ്?
ക്രമാവർത്തന ചലനം തന്നെയാണ്. അപ്പോൾ പെൻഡുലം ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം എന്ത് തന്നെയാണ്? ക്രമാവർത്തന ചലനം തന്നെയാണ്. വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ക്രമാവർത്തന ചലനത്തിൽ പെടുന്നതേത്, പെടാത്തതേത്, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദോലനത്തിൽ പെടാത്തതേത്, പെടുന്നതേത്, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ദോലന ചലനം, അല്ലെങ്കിൽ ഏതാണ് ക്രമാവർത്തന ചലനം, ഏതല്ലെങ്കിൽ വർത്തുള ചലനം ഏതാണെന്ന് നമ്മൾ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് തരത്തിലുള്ള ചലനമാണ് ഓരോന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിനെ എന്തെന്ന് വിളിക്കുന്നു? ദോലനം എന്ന് വിളിക്കുന്നു. എന്താണ് ദോലനം? ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കുന്നു. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ആ ഒരു വസ്തു ഊഞ്ഞാൽ തന്നെ നിങ്ങൾ എക്സാമ്പിളാക്കി എടുത്തു. ഒരു നിശ്ചിത വസ്തുവിനെ ആധാരമാക്കി മുമ്പോട്ടും പിറകോട്ടുമാണല്ലോ ഊഞ്ഞാലാടുന്നത്. ആ ഒരു കോൺസെപ്റ്റ് വെച്ച് ദോലനം എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും എന്താണ് ദോലനം. ഊഞ്ഞാലിൻ്റെ ചലനം ദോലനമാണ്. അപ്പോൾ എന്താണ്? ഒരു ബിന്ദുവിനെ ആധാരമാക്കി മുന്നോട്ട് പോകുന്നു, പുറകോട്ട് പോകുന്നു, മുന്നോട്ട് പോകുന്നു, പുറകോട്ട് പോകുന്നു. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്താണ് ഒരു ചലനം എന്ന് വെച്ചാൽ ആ വസ്തു എങ്ങനെയാണ് ചലിക്കുന്നത്? അപ്പോൾ ചെണ്ട എങ്ങനെയായിരിക്കും ചലനം? അതിൻ്റെ ചലനം എങ്ങനെയായിരിക്കും? കപനമായിരിക്കുമല്ലോ ചെണ്ടയ്ക്ക് വരുന്നത്. അല്ലെങ്കിൽ എന്താണ് അതൊരു ഭ്രമണം, അല്ലെങ്കിൽ എന്തായിരിക്കും അതൊരു ദോലനമായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ വസ്തുവും എടുക്കുമ്പോൾ അത് എന്ത് ചലനമാണെങ്കിൽ ആ വസ്തു എങ്ങനെയാണ് ചലിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് അവൻ്റെ ആൻസർ ചെയ്യണം കേട്ടോ. ഇനി ദോലനത്തിന് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ പെൻഡുലം ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം, ഊഞ്ഞാൽ, സിമ്പിൾ പെൻഡുലം, തൂക്കിയിട്ട തൂക്കുവിളക്കിൻ്റെ ചലനം, സമുദ്രതിരകൾ കടന്നു പോകുമ്പോൾ സമുദ്രജലത്തിനുണ്ടാകുന്ന ചലനം. എങ്ങനെയാണ് സമുദ്ര തിരമാലകൾ കടന്നു ചലനം? എങ്ങനെയാണ്? മുന്നോട്ടും പുറകോട്ടും അല്ലെങ്കിൽ തിരമാലകൾ എന്തെങ്കിലും വസ്തു ബോട്ടൊക്കെ ഒന്ന് കടന്നു പോകുമ്പോൾ ഇങ്ങനെ ചലിക്കുന്നത്. വാഹനത്തിലെ വൈപ്പറിൻ്റെ ചലനം, വാഹനത്തെ വൈപ്പർ എങ്ങനെയാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം. ആ എക്സാമ്പിൾ കൊടുത്തേക്കുന്നതിന് ഉദാഹരണം കൊടുത്തേക്കുന്നതിൻ്റെ ചലനം എങ്ങനെയുള്ള ചലനമാണ്? ആ കൊടുത്തേക്കുന്ന എല്ലാം നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു വസ്തുവായിരിക്കും. എപ്പോഴെങ്കിലും നിത്യജീവിതത്തിൽ എന്നും കാണുന്ന അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ചലനം എങ്ങനെയുള്ള രീതിയിലാണെന്ന് പറയാനായിട്ട് പറ്റും. അതിൽ നിന്ന് നിങ്ങൾ ഓപ്ഷൻ കറക്റ്റ് ചെയ്ത് ആൻസർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഇനി വൃത്തപാതയിലുള്ള ചലനത്തെയാണ് എന്ത് വിളിക്കുന്നത്? വർത്തുള ചലനം എന്ന് വിളിക്കുന്നത്. ഒരു ഗൂർണന ചലനത്തിന് ഉദാഹരണം മൺപാത്രത്തിൽ, അതായത് വർത്തുള ചലനത്തിന് ഉദാഹരണം മൺപാത്രത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന് ചലനം എങ്ങനെയാണ്? ഒരു വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. ജെയിന്റ് വീൽ കറങ്ങുന്നത്, കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം, കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം, ചക്കിന് ചുറ്റും കാളയുടെ ചലനം, വൃത്തപാതയിലൂടെ കളിത്തീവണ്ടി ഓടുന്നതൊക്കെ എന്താണ്? വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ജെയിന്റ് വീൽ കറങ്ങുന്നത് എന്താണ്? കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം, കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറങ്ങുമ്പോൾ കല്ലിൻ്റെ ചലനം, ചക്കിന് ചുറ്റും കാളയുടെ ചലനം, വൃത്തപാതയിലുള്ള കളിത്തീവണ്ടിയുടെ ഒക്കെ ഓടുന്നതാണ്. ഇതൊക്കെ വർത്തുള ചലനത്തിന് ഉദാഹരണത്തിൽ പെടുന്നവയാണ്. ഇനി എന്താണ് എക്കോ ലൊക്കേഷൻ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴി തടസ്സം തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസത്തെയാണ് എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസം എന്താണ്? എക്കോ ലൊക്കേഷനാണ്. എക്കോ ലൊക്കേഷൻ പ്രയോജനപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണ്? വവ്വാല്, ഡോൾഫിൻ എന്നിവയാണ് എക്കോ ലൊക്കേഷൻ പ്രയോജനപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ജീവികൾ. ഇരയുടെ സാന്നിധ്യം അറിയുന്നതിനും തടസ്സങ്ങൾ ഒഴിവാക്കി സഞ്ചരിക്കുന്നതിനും വവ്വാൽ, ഡോൾഫിൻ തുടങ്ങിയ മുതലായവ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ്? അത് അൾട്രാസോണിക് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് PSC ചോദിച്ചിട്ടുണ്ട്. ഏതാണത്? അൾട്രാസോണിക്. അവരുടെ തടസ്സം നീക്കി അവർ ആ തടസ്സം വഴിയിലുണ്ട് എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ആ രശ്മി ഏതാണ്? അത് അൾട്രാസോണിക് ആണ്. സോണാറിൻ്റെ പൂർണ്ണ രൂപം സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്താണ് സോണാറിൻ്റെ പൂർണ്ണ രൂപം? ഇതൊരു തവണ പ്രീവിയസ് PSCയിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. സമുദ്രത്തിൻ്റെ ആഴം, മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം എന്നിവ നിർണ്ണയിക്കാനും കടലിലെ അടിത്തട്ടിലെ ചിത്രങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സോണാറാണ്. ഇതും പ്രീവിയസ് PSCയുടെ ചോദ്യമായിരുന്നു. സോണാർ സംവിധാനം ഉപയോഗിക്കുന്ന ഗതാഗത രംഗം ഏതാണ്? കപ്പൽ ഗതാഗതമാണ്. കാരണം കടലിൻ്റെ ആഴം ഉപയോഗിക്കുന്നതാണ് സോണാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏത് ഗതാഗത രംഗത്തിന് നമ്മൾ ഉപയോഗിക്കുന്നു? കപ്പൽ ഗതാഗതത്തിന് ഉപയോഗിക്കുന്നു. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ്? അൾട്രാസോണിക് ആണ്. അൾട്രാസോണിക് ആണ് സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം. സോണാറിൽ പ്രയോജനപ്പെടുത്തുന്ന ശബ്ദ സവിശേഷതയാണ് ഏത്? എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത്. സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷത ഏത് പേരിൽ അറിയപ്പെടുന്നു? എക്കോ ലൊക്കേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴി തടസ്സങ്ങൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന പ്രതിഭാസമാണ് എക്കോ ലൊക്കേഷൻ. അതുപോലെ തന്നെ ഈ ഒരു എക്കോ ലൊക്കേഷൻ
സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ശബ്ദ സവിശേഷത കൂടിയാണ്. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ്? അത് അൾട്രാസോണിക് ആണ്. എന്നോടൊപ്പം പറഞ്ഞ് എന്ത് ശബ്ദമാണ് ഉപയോഗിക്കുന്നത്, എന്ത് ശബ്ദ തരംഗമാണ് ഉപയോഗിക്കുന്നത്? അൾട്രാസോണിക് ആണ്. അതുപോലെ വവ്വാലുകളും ഡോൾഫിനും ഒക്കെ വഴിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗവും ഏത് തന്നെയാണ്? അൾട്രാസോണിക് തന്നെയാണ്. ഇനി സുനാമി മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണ് ഏത്? ഡാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഈ ഡാർട്ടിൻ്റെ ഫുൾ ഫോം? ഡീപ്പ് ഓഷൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്താണ് കേട്ടോ. ഇതൊരു തവണ പ്രീവിയസ് ഇയർ PSCയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡാർട്ടിൻ്റെ ഫുൾ ഫോം എഴുതാൻ. എന്താണ്? ഡീപ്പ് ഓഷൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്താണ് ഡാർട്ടിൻ്റെ ഫുൾ ഫോം. 20 ഹെർട്സിൽ കുറവിൽ ആവർത്തിയുള്ള ശബ്ദതരംഗം. 20 ഹെർട്സിൽ കുറവിലാണെങ്കിൽ എന്താണ്? ഇൻഫ്രാസോണിക്. ഓർക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. 20 ഹെർട്സിൽ കുറവ് ആവർത്തിയുള്ള ശബ്ദ തരംഗങ്ങളെ എന്തെന്ന് വിളിക്കുന്നു? എന്നോടൊപ്പം പറഞ്ഞേ, ഇൻഫ്രാസോണിക്. എന്തെന്ന് വിളിക്കുന്നു? ഇൻഫ്രാസോണിക് തരംഗങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗങ്ങൾ ഏതൊക്കെ ജീവികൾ പുറപ്പെടുവിക്കുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ ആന, തിമ്മിങ്കലം, ജിറാഫ് എന്നിവയൊക്കെ പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗങ്ങൾ എന്താണ്? ഇൻഫ്രാസോണിക് ആണ്. 20 ഹെർട്സിൽ കുറവാണ് ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. ഇനി ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങളും എന്ത് തന്നെയാണ്? ഇൻഫ്രാസോണിക് തന്നെയാണ്. അൾട്രാസൗണ്ട് തരംഗങ്ങളുടെ ആവർത്തി എങ്ങനെയാണ്? 20 ഹെർട്സിന് മുകളിലാണ്. 20 ഹെർട്സിൽ താഴെയാണെങ്കിൽ ഇൻഫ്രാസോണിക്, 20 ഹെർട്സിൽ മുകളിലാണെങ്കിൽ എന്താണ്? അത് അൾട്രാസോണിക് ആണ് കേട്ടോ. 20 ഹെർട്സിൽ താഴെ ഇൻഫ്രാസോണിക്, 20 ഹെർട്സിൽ താഴെ എക്സ്ട്രാ എന്ന് ഓർത്തിരിക്കുക. എക്സ്ട്രാ ഓർ അൾട്രാ എന്ന് വെച്ച് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. 70 ഹെർട്സിൽ മുകളിലാണെങ്കിൽ അത് അൾട്രാസോണിക്, 20 ഹെർട്സിൽ താഴെയാണെങ്കിൽ എന്താണ്? ഇൻഫ്രാസോണിക് ആണ്. ഫോട്ടോഗ്രാഫിയിലുള്ള ഫിലിം നിർമ്മിക്കാനും ആന്തരിക അവയവങ്ങളുടെ സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന തരംഗമാണ് ഏത്? അൾട്രാസോണിക് എന്ന് പറയുന്നത്. ഫോട്ടോഗ്രാഫിയിലും ഫിലിം നിർമ്മാണത്തിലും ഉപയോഗിക്കുന്ന ആന്തരിക അവയവങ്ങളുടെ സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന തരംഗം അൾട്രാസോണിക് ആണ്. മൂത്രാശയ കല്ല് പൊടിച്ച് നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം അൾട്രാസോണിക് ആണ്. മൂത്രാശയ കല്ല് പൊടിച്ച് നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ്? അത് അൾട്രാസോണിക് ആണ്. ഇനി ശബ്ദവും തീവ്രതയും നോക്കാം. ഇതിനകത്ത് എല്ലാമറ്റും പഠിച്ചു വെക്കണമെന്നില്ല. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 എണ്ണം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഒന്ന് മനുഷ്യൻ്റെ ശബ്ദപരിധി ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ഓർത്തിരിക്കണം. 60 മുതൽ 65 ഡെസിബലാണ് മനുഷ്യ ശബ്ദത്തിൻ്റെ പരിധി എന്ന് പറയുന്നത്. 60 മുതൽ 65. അപ്പോൾ 60-65 അവരുടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഏകദേശ ശബ്ദത്തിൻ്റെ ഒരു കൗണ്ട്. ഇനി ശബ്ദ മലിനീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡെസിബലിന് മുകളിലാണെങ്കിൽ അതെന്താണ്? ഈ ഒരു ശബ്ദ മലിനീകരണത്തിന് കാരണമാണ്. ശബ്ദ മലിനീകരണം 90 ഡെസിബലിന് മുകളിലാണ്. 120 ഡെസിബലിന് മുകളിലാണെങ്കിൽ എങ്ങനെയാണ്? ചെവിക്ക് തകരാറുണ്ടാക്കുന്ന ശബ്ദം, അതായത് ചെവിക്ക് തകരാറുണ്ടാക്കുന്ന ശബ്ദം 120 ഡെസിബലിന് മുകളിലാണ്. ഇത് ബാക്കിയെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അതല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഇത് 3ആണ് കേട്ടോ. മനുഷ്യൻ്റെ ശബ്ദം 60 to 65 ഡെസിബലാണ്. ശബ്ദ മലിനീകരണം 90 ഡെസിബലിന് മുകളിലാണ്. ചെവിക്കൊക്കെ തകരാറുണ്ടാക്കുന്ന ശബ്ദം 120 ഡെസിബലിന് മുകളിലാണ്. പ്രത്യേകിച്ച് ചെവിക്ക് തകരാറുണ്ടാക്കുന്ന ശബ്ദവും അതുപോലെ ശബ്ദ മലിനീകരണത്തിൻ്റെ ശബ്ദവും ഇമ്പോർട്ടൻ്റ് ആണ്. ശബ്ദ മലിനീകരണം പറഞ്ഞ് 90 ഡെസിബലിന് മുകളിൽ, ചെവിയിലേക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം 120 ഡെസിബലിന് മുകളിലും ആയിരിക്കും. ഇനി ഊർജ്ജ പരിവർത്തനത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം കേട്ടോ. പ്രകാശ സംശ്ലേഷണത്തിൽ എന്താണ് നടക്കുന്നത്? പ്രകാശ സംശ്ലേഷണത്തിൽ പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്നു. പ്രകാശോർജ്ജം എന്തായിട്ട് മാറുന്നു? രാസോർജ്ജമായി മാറുന്നു. ഡൈനാമോ കറങ്ങുമ്പോഴോ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. വൈദ്യുത ജനറേറ്ററോ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഇനി വിൻഡ് മില്ലോ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ഫാനും വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ഫാൻ എങ്ങനെയാണ്? വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ബാക്കി എല്ലായിടത്തും ഡൈനാമോ, വൈദ്യുത ജനറേറ്റ്, വിൻഡ് മില്ല് എന്നൊക്കെ പറയും. 3 എണ്ണം എങ്ങനെയാണ്? അവിടെ വൈദ്യുതിയാണ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യാന്ത്രികോർജ്ജം എന്തായിട്ട് മാറുകയാണ്? വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ്. ഇലക്ട്രിക് ഫാനിലേക്ക് വന്നപ്പോൾ എന്താണ്? വൈദ്യുതോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു? യാന്ത്രികോർജ്ജമാക്കിയാണിത് മാറ്റുന്നത്. ഇനി ഇലക്ട്രിക് മോട്ടോർ വൈദ്യോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കുന്നു. സോളാർ സെൽ എങ്ങനെയാണ്? സൗരോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു? സൗരോർജ്ജം സ്വീകരിച്ച് ആ ഇലക്ട്രിക് സെല്ല് എന്താണ്? വൈദ്യോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിക് ബെല്ലാണെങ്കിലോ വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. ലൗഡ് സ്പീക്കർ ആണെങ്കിലോ വൈദ്യുതോർജ്ജത്തെ എന്തോർജ്ജമാക്കി മാറ്റുന്നു? ശബ്ദോർജ്ജമായിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഇലക്ട്രിക് ബെല്ല് വൈദ്യോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. ലൗഡ് സ്പീക്കർ എന്ത് തന്നെയാണ് ചെയ്യുന്നത്? വൈദ്യുതോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു? ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു.
ഇലക്ട്രിക് ഓവൻ ഒക്കെ ആണെങ്കിലോ വൈദ്യുതോർജ്ജത്തെ എന്തോർജ്ജമാക്കിയാണ് മാറ്റുന്നത്? താപോർജ്ജമാക്കിയാണ് മാറ്റുന്നത്. ഇലക്ട്രിക് ഹീറ്റർ ആണെങ്കിലോ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. അയൺ ബോക്സ് ആണെങ്കിൽ എങ്ങനെയാണ്? വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കിയാണ് മാറ്റുന്നത്. ഇനി ഇലക്ട്രിക് ബൾബ് ആണെങ്കിലോ വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്നു. പ്രകാശോർജ്ജവും വരുന്നുണ്ട് ഇലക്ട്രിക് ബൾബിൽ നിന്ന്, അതുപോലെ തന്നെ എന്തും വരുന്നുണ്ട്? താപോർജ്ജവും വരുന്നുണ്ട്. ഇനി ടെലിവിഷൻ ആണെങ്കിലോ വൈദ്യോർജ്ജത്തെ ശബ്ദോർജ്ജമായും പ്രകാശോർജ്ജമായും താപോർജ്ജമായും മാറ്റുന്നു. അപ്പോൾ ടി വി വയ്ക്കുമ്പോൾ എന്തൊക്കെ വരുന്നു? വൈദ്യോർജ്ജം നമ്മൾ എന്തൊക്കെയായിരിക്കും മാറ്റുന്നു? ഔട്ട്പുട്ട് എന്തായി മാറുന്നു? ശബ്ദോർജ്ജം ഉണ്ടാകുന്നു, പ്രകാശോർജ്ജം ഉണ്ടാകുന്നു, താപോർജ്ജം ഉണ്ടാകുന്നു. ഇനി ഹെയർ ഡ്രയർ എങ്ങനെയാണെങ്കിലോ വൈദ്യോർജ്ജത്തെ ശബ്ദോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്നു. ശബ്ദോർജ്ജം ഉണ്ട്, താപോർജ്ജവുമാക്കി മാറ്റുന്നു. മിക്സി ആണെങ്കിലോ വൈദ്യോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവും ശബ്ദോർജ്ജവുമാക്കിയാണ് എന്ത് മാറ്റുന്നത്? മിക്സി മാറ്റുന്നത്. അതിനകത്ത് ഗ്യാസ് സ്റ്റൗ രാസോർജ്ജത്തെ താപോർജ്ജമായും പ്രകാശോർജ്ജമായും മാറ്റുന്നു. സ്റ്റീം എൻജിൻ രാസോർജ്ജത്തെ താപോർജ്ജമായും യാന്ത്രികോർജ്ജമായും മാറ്റുന്നു. ബാറ്ററി രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. മൈക്രോഫോൺ ശബ്ദോർജ്ജത്തെ വൈദ്യോർജ്ജമാക്കി മാറ്റുന്നു. റേഡിയോ വൈദ്യോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. തീപ്പെട്ടി വിറക് കത്തുമ്പോൾ രാസോർജ്ജത്തെ താപോർജ്ജ പ്രകാശോർജ്ജമാക്കിയാണ് മാറ്റുന്നത്. ഇതെല്ലാം മറ്റും ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ജസ്റ്റ് നിങ്ങൾക്കത് എന്താണ് ഒരു കാര്യം മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് ഓർത്തിരിക്കാനായിട്ട് പറ്റും. അല്ല ഇത് മനസ്സിലായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? പ്രകാശ സംശ്ലേഷണം ഓർത്തിരിക്കുക, ഡൈനാമോ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പിന്നെ ചോദിക്കാൻ സാധ്യത ഇതിനകത്ത് വരുന്നത് ഈ വിറക് തീപ്പെട്ടി കത്തുമ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും ജസ്റ്റ് നന്നായി ഓർത്തിരിക്കുക. ബാക്കിയൊക്കെ നിങ്ങൾക്കത് ആ ഒരു ഇത് കേൾക്കുമ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നും ഓരോരുത്തർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. കാണാണ്ട് അപ്പോൾ ഇതൊന്ന് നോക്കി വയ്ക്കുക. ഇതിപ്പോൾ നിങ്ങൾ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലേ. ഒരു വസ്തുവിൽ പിന്നെ ഉണ്ടാകുന്ന മാറ്റം, അത് വൈദ്യോർജ്ജത്തെ എന്തായി ഊർജ്ജമാക്കി മാറ്റുന്നു, യാന്ത്രികോർജ്ജത്തെ എന്ത് ഊർജ്ജമാക്കി മാറ്റുന്നു, ആ വസ്തുവിൻ്റെ പ്രവർത്തനം വെച്ച് നമുക്കതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത് കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഉൾക്കൊള്ളിച്ചു എന്നേ ഉള്ളൂ, ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകുന്ന ചെറിയ സിമ്പിൾ കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വെച്ചും ഇത് പ്രവർത്തിക്കുന്ന തത്വം വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ജെയിംസ് പ്രോസ്കോട്ട് ജൂളിനെ കുറിച്ച് നമുക്ക് നോക്കാം. യാന്ത്രികോർജ്ജം, വൈദ്യുതോർജ്ജം, താപോർജ്ജം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ആര്? ജെയിംസ് പ്രോസ്കോട്ട് ജൂൾ എന്ന് പറയുന്നത്. ജൂൾ നിയമം, ഊർജ്ജ സംരക്ഷണ നിയമം എന്നിവ ആവിഷ്കരിച്ചു. അപ്പോൾ ജൂൾ നിയമം, ഊർജ്ജ സംരക്ഷണ നിയമം എന്നിവ ആവിഷ്കരിച്ചു. പ്രവൃത്തി ഊർജ്ജം എന്നിവയുടെ യൂണിറ്റിന് ജൂൾ എന്ന് നാമകരണം ചെയ്തു. പ്രവൃത്തി ഊർജ്ജം എന്നിവയുടെ യൂണിറ്റിന് ജൂൾ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് ഈ ശാസ്ത്രജ്ഞൻ്റെ സ്മരണയ്ക്കാണ്. അപ്പോൾ ജൂൾ നിയമം എന്ന പ്രവൃത്തിയും ഊർജ്ജത്തിൻ്റെയൊക്കെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. അദ്ദേഹം ഈ പ്രവൃത്തി ഊർജ്ജമൊക്കെ എൻ്റെ പുറകിലുള്ള ശാസ്ത്രജ്ഞനാണ് ആര്? ജെയിംസ് പ്രോസ്കോട്ട് ജൂൾ എന്ന് പറയുന്നത്. ഇനി ആൽബർട്ട് ഐൻസ്റ്റീൻ, ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവെന്നാണ് ആരറിയപ്പെടുന്നത്? ഐൻസ്റ്റീൻ അറിയപ്പെടുന്നത്. E=mc² എന്ന ഊർജ്ജ സമവാക്യം രൂപപ്പെടുത്തി. E=mc² എന്ന് പറയുന്നത് എന്താണ്? ആരുടെ ഊർജ്ജ സമവാക്യമാണിത്? ആൽബർട്ട് ഐൻസ്റ്റീൻ രൂപപ്പെടുത്തിയിട്ടുള്ള ഊർജ്ജ സമവാക്യമാണ്. ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ്. ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത്. ഊർജ്ജത്തെ പുതിയതായി സൃഷ്ടിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല, എന്നാൽ ഊർജ്ജ നഷ്ടമോ ലാഭമോ കൂടാതെ ഒരു രൂപത്തിൽ നിന്നും ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനായിട്ട് കഴിയുമെന്നാണ് എന്ത് പറയുന്നത്? ഊർജ്ജ സംരക്ഷണ നിയമം പറയുന്നത്. എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഊർജ്ജത്തെ പുതിയതായി സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കും? ഊർജ്ജത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ കഴിയുമെന്നാണ് എന്ത് പറയുന്നത്? ഊർജ്ജ സംരക്ഷണ നിയമം പറയുന്നത്.